ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസ്, നമുക്ക് ആ ഒരു ദ വിന്നർ എന്നുള്ള അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അല്ലേ. ലെറ്റ് us do these activities before we read. So look at this picture. What are these children doing? എന്തൊക്കെയാണ് ആ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലേ, they are playing. Very good. Okay, then second question, where do you think they are? എവിടെയാണ് അവർ കളിക്കുന്നത്? അല്ലേ, they are playing in the playground. അവർ പ്ലേ ഗ്രൗണ്ടിലാണ് കളിക്കുന്നത്. അവർ കളിക്കുക അല്ലേ, അവർ they are playing. Okay, then third question, what is the time of the day? അല്ലേ, ഈവനിങ്. അവർ ഈവനിങ് ടൈമിലാണ് കളിക്കുന്നത്. സോ നെക്സ്റ്റ് നോക്കാം, ഡിസ്കസ് the given questions with your classmates and teacher. You may begin with your sentence with the I go to. Okay, I go to school. Very good. Then I play with എന്തായിരിക്കും വരിക? അല്ലേ, I play with my friends. Then the place I go for playing. അല്ലേ, കളിക്കാൻ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് പ്ലേ ഗ്രൗണ്ട് ആണ്. The place I go for playing is playground. Then I like playing. So I like playing. എന്താണ് നിങ്ങൾക്ക് കളിക്കാൻ ഇഷ്ടം അല്ലേ, ഹൈഡ് ആൻഡ് സീക്ക്, അങ്ങനെ എന്തെങ്കിലും എഴുതാം. I like playing hide and seek. Okay. Sometimes I come back dash. Sometime I come back evening. അല്ലേ, കളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വരുള്ളൂ. Okay. Then next question, when do you go to school? When do you go to play after school? So evening അല്ലേ. Who do you play with? ആരുടെ കൂടെയാ കളിക്കുക? with your friends. Where do you go to play in the evening? നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവിടെ വീണ്ടും ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. എവിടെയാണ് ഈവനിങ്ങിൽ കളിക്കാൻ പോവുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, പാർക്ക്, പ്ലേ ഗ്രൗണ്ട്. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വിച്ച് ഗെയിം ഡു യു ലൈക്ക് പ്ലേയിങ്? ഏത് ഗെയിമാണ് കളിക്കാൻ ഇഷ്ടം? ഹൈഡ് ആൻഡ് സീക്ക് അല്ലേ, അതാണ് കളിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഹൈഡ് ആൻഡ് സീക്ക്. ഐ ലൈക്ക് ടു പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക്. വെൻ ഡു യു കം ബാക്ക് ഹോം? എപ്പോഴാണ് വീട്ടിൽ നിന്ന് തിരിച്ചു വരിക? ഇൻ ദ ഈവനിങ്. ഓക്കെ, വളരെ കുറച്ചേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള പോയാണ്. സോ ലെറ്റ്സ് റീഡ്. ഈവനിങ്സ് വി പ്ലേ ബോൾ നെക്സ്റ്റ് ടു ദ ഗ്രീക്ക് ഇൻ അവർ നൈബേഴ്സ് ഫീൽഡ്. ഈവനിങ്സ് അല്ലേ, വൈകുന്നേരം അവർ കളിക്കുകയാണ് അല്ലേ. ആ പിക്ചർ കണ്ടല്ലോ അല്ലേ, ഒരുപാട് കുട്ടികളുണ്ട് അല്ലേ. ഒരു കുട്ടി ഊഞ്ഞാലാടുന്നുണ്ട്, രണ്ടുപേര് നടക്കുന്നുണ്ട്, രണ്ടുപേര് ഓടുന്നുണ്ട്. സോ വി പ്ലേ ബോൾ, അവർ ബോളായിട്ട് കളിക്കുകയാണ്. നെക്സ്റ്റ് ദ ക്രീക്ക് മീൻസ് ഹിയർ എ റിവർ, അല്ലെങ്കിൽ നമ്മൾ അരുവി എന്നൊക്കെ പറയും. ഒരു വാട്ടർ പോകുന്നുണ്ടല്ലേ, ഒരു വാട്ടർ ഫ്ലോ കണ്ടില്ല അവിടെ ആ ഒരു ട്രീൻ്റെ അപ്പുറത്ത്. ഓക്കെ, സോ അതാണ് നമ്മൾ ഇൻ അവർ നൈബേഴ്സ് ഫീൽഡ്. നൈബേഴ്സ് മീൻസ് നമ്മുടെ അടുത്തുള്ള അയൽപ്പക്കക്കാരുടെ ഫീൽഡിൽ എന്ത് ചെയ്യാണ്? ഫുട്ബോൾ കളിക്കുകയാണ്. അതിൻ്റെ അടുത്തൊരു ക്രീക്ക് ഉണ്ട്, ഒരു റിവർ ഉണ്ട്. ദെൻ വി റൺ സോ ഫാസ്റ്റ്, ഞങ്ങൾ ഭയങ്കര ഫാസ്റ്റായിട്ട് ഓടുന്നുണ്ട്. ഐ കാൺട്ട് ഈവൻ ക്യാച്ച് മൈ ബ്രെത്ത്, എനിക്കെൻ്റെ ശ്വാസം കിട്ടുന്നില്ല, അത്രയും ഫാസ്റ്റായിട്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഭയങ്കര ഫാസ്റ്റായിട്ട് ഓടുമ്പോൾ അങ്ങനെയല്ലേ, നമുക്ക് ശ്വാസം കിട്ടാതെ നമ്മൾ ഭയങ്കര കിതപ്പ് വരുമല്ലോ. സോ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അത്രയും ഫാസ്റ്റായിട്ടാണ് അവരവിടെ ബോളായിട്ട് കളിക്കുന്നത്. അവർ നൈബേഴ്സ് ഫീൽഡ് അല്ലേ, നമ്മുടെ അടുത്ത വീട്ടിലെ ഒരു പാടത്താണ് കളിക്കുന്നത്. അടുത്തൂടെ ഒരു ക്രീക്ക്, ഒരു റിവർ, ഒരു അരുവി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് വെൻ ബ്ലൂ ഡാർക്ക് ടേൺസ് ടു ബ്ലാക്ക്, ഹിയർ ബ്ലൂ ഡാർക്ക് മീൻസ് അല്ലേ, നമ്മൾ ഈവനിങ് ടൈം ആകുമ്പം നമ്മളെ സ്കൈ ഒക്കെ എന്താവും അല്ലേ, ഒരു ഡാർക്ക് ബ്ലൂ ആവും അല്ലേ, ലൈറ്റൊക്കെ പോയി ഇരുട്ടാവാൻ തുടങ്ങി. സോ വെൻ ബ്ലൂ ഡാർക്ക്, നമ്മുടെ സ്കൈ ഡാർക്ക് ആവുന്നത്
എങ്ങനെയാണ് ടേൺസ് ടു ബ്ലാക്ക്, അത് കറുപ്പാണ്. സോ ഹിയർ നമുക്ക് ഇമാജിൻ ചെയ്യാം എന്താണ്, രാത്രിയാകാൻ പോവാണ് അല്ലേ, നൈറ്റിലേക്ക് പോവാണ്. ഓക്കെ, ഈവനിങ് കഴിഞ്ഞിട്ട് നൈറ്റ് ആവാൻ പോവാണ്. സോ കോൾഡ് ഗ്രാസ്, കോൾഡ് ഗ്രാസ് മീൻസ് തണുപ്പുള്ള പുല്ല് അല്ലേ. അല്ലേ, നമ്മൾ നൈറ്റ് ആവുമ്പം നമ്മുടെ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ടെമ്പറേച്ചറൊക്കെ കുറഞ്ഞ് അല്ലേ, ഒരു തണുപ്പ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ രാത്രി ആകുമ്പോൾ നമ്മൾ പകലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തണുപ്പായിരിക്കും അല്ലേ, ചൂടൊക്കെ പോയി നല്ല തണുപ്പ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും വരിക. സോ കോൾഡ് ഗ്രാസ് ആക്സ് അവർ ഫീറ്റ്. അവിടെ ആക്സ് മീൻസ് അവർക്ക് പെയിൻ ഉണ്ട്, വേദനയുണ്ട് അവരുടെ കാലിൻ്റെ ഫീറ്റിൽ, കാലിൻ്റെ അടിയിൽ. കാരണം അവർ അത്രയും ഫാസ്റ്റായിട്ട് ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ അവർക്ക് എന്തുണ്ട്, കാലിന് വേദനയുണ്ട്. ഈ കോൾഡ് ഗ്രാസിൽ ചവിട്ടുമ്പോൾ അവർക്ക് കാലിന് വേദനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ട്രീസ് ക്രീപ്പ് ക്ലോസ്, ഗെയിംസ് ഓവർ, നൈറ്റ് വിൻസ്. ട്രീസ് ക്രീപ്പ് ക്ലോസ് എന്ന് വെച്ചാൽ എന്താണ്, അവർ മരങ്ങളൊക്കെ നമ്മൾ ഡേ ടൈമിൽ അല്ലേ, നമ്മൾ സൺലൈറ്റിന് നല്ല ഇങ്ങനെ നിവർന്നിരിക്കും നമ്മുടെ ട്രീസൊക്കെ. ഒരു ഈവനിങ് ആകുമ്പോൾ അല്ലേ അവരൊക്കെ ഇങ്ങനെ മെല്ലെ ചാഞ്ഞിരിക്കും അല്ലേ, അവർ ടയേർഡായ പോലെ അവർ പരസ്പരം ഇങ്ങനെ ക്ലോസ് ആയിട്ട് എന്ത് ചെയ്യും, ക്രീപ്പ് അല്ലേ, അവരിങ്ങനെ പരസ്പരം ഒട്ടി നിൽക്കുന്ന പോലെ നിൽക്കും. മീൻസ് ഇവിടെ ഈവനിങ് ആണെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ഗെയിംസ് ഓവർ, നമ്മുടെ കളി അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. നൈറ്റ് വിൻസ് മീൻസ് രാത്രി ആവാൻ പോവാണ്, ഈവനിങ് അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ കളിക്കാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സിമ്പിളിലാണ് ഇവിടെ കോൾഡ് ഗ്രാസ്, പുല്ലൊക്കെ നനഞ്ഞിട്ടുണ്ട്, അതുപോലെ ട്രീസ് ക്രീപ്പ് ക്ലോസ് ആൻഡ് അതുപോലെ നൈറ്റ് വിൻസ് എന്നൊക്കെ പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു പോയം. ഓക്കെ, ലെറ്റ് us discuss the activities. Read the given lines from the poem. Write the meaning of the lines by identifying the words expression in them. Here we have a box. So for number 1, lines from the poem. Next to the Greek. Yes, so next to Greek means next to the river. അവർ കളിക്കുന്നത് റിവറിൻ്റെ അടുത്താണ് അല്ലേ, അവിടെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്, എ സ്മോൾ ബോഡി ഓഫ് വാട്ടർ. ഓക്കെ, ദെൻ സെക്കൻഡ്, ഐ കാൺ ഈവൻ ക്യാച്ച് മൈ ബ്രെത്ത്, എനിക്ക് എൻ്റെ ശ്വാസം പോലും കിട്ടുന്നില്ല. അത് ക്ലൂ. ദ ചൈൽഡ് ഹാസ് ബീൻ റണ്ണിങ്. ഹിയർ അവിടെ അങ്ങനെ മീൻ ചെയ്യുന്നത് ഐ കാൺ ഈവൻ ക്യാച്ച് മൈ ബ്രെത്ത് എന്ന് വെച്ചാൽ ദേ ആർ റണ്ണിങ് വെരി ഫാസ്റ്റ്ലി അല്ലേ, അതിൻ്റെ ഒരു മീനിങ് അങ്ങനെയായിരിക്കും. മീൻസ് അതിന് മീനിങ് ദേ ആർ റണ്ണിങ് വെരി ഫാസ്റ്റ്ലി അല്ലേ, അവർ നന്നായിട്ട് ഭയങ്കര സ്പീഡിൽ ഓടുന്നതുകൊണ്ടാണ് അവർക്ക് അവരെ ശ്വാസം പോലും കിട്ടുന്നില്ല എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്പർ 3, വെൻ ബ്ലൂ ഡാർക്ക് ടേൺസ് ടു ബ്ലാക്ക്. അവിടെ ക്ലൂ കൊടുത്തിട്ടുണ്ട്, ദ കളർ ഓഫ് ദി സ്കൈ ചേഞ്ചസ് ഫ്രം ബ്ലൂ ടു ബ്ലാക്ക്. വാട്ട് ഡസ് ഇറ്റ് മീൻ? ബിക്കോസ് ഇറ്റ് ബിക്കെയിം ഈവനിങ് അല്ലേ, ഈവനിങ് ആവാൻ പോവാണ്, സോറി നൈറ്റ് ആവാൻ പോവാണ് അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ ബ്ലൂ ഡാർക്ക്, ഈവനിങ് ആകുമ്പം ഡാർക്ക് സ്കൈ ആയിരിക്കും, നൈറ്റ് ആകുമ്പോൾ എന്താണ് അത് ബ്ലാക്ക് കളറിലേക്ക് മാറും. സോ നൈറ്റാണ് അവിടെ മീനിങ് ചെയ്യുന്നത് കേട്ടോ. ദെൻ ഫോർത്ത്, ട്രീസ് ക്രീപ്പ് ക്ലോസ്. ക്ലൂ, ഇറ്റ് ഈസ് ഈവനിങ് ടൈം അല്ലേ, മരങ്ങളൊക്കെ അടുത്ത് ഇടപഴകുന്നുണ്ട്, മീൻസ് അവരൊക്കെ എന്താണ് ഈവനിങ് ആണ്. സോ അവരൊക്കെ ടയേർഡായി ക്ഷീണിച്ച പോലെ അവരിങ്ങനെ വാടി നിൽക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. സോ അത് ഇറ്റ് ഈസ് ഈവനിങ് ടൈം. വാട്ട് ഡു യു തിങ്ക് ദ ട്രീസ് സീം ക്ലോസ്? ഇറ്റ് ബിക്കെയിം ഈവനിങ്. Then second, the children play dash. എന്താണ് കുട്ടികൾ കളിക്കുന്നത്? the children play ball, play football in the dash. Yes, in the evening, in the neighbors dash. എന്താണ് വരിക? നൈബേഴ്സിൻ്റെ എവിടെയാണ്? നൈബേഴ്സിൻ്റെ ഫീൽഡ്. The children play ball in the
evening in the neighbor's field. They run so dash. They run so fast that they run out of breath. They and the trees are not clearly visible. They can feel their feet dash. Yes, they can feel their feet aches. അല്ലേ, അവർക്ക് വേദന വന്നു, ഒരു കാലിൻ്റെ അടിയിൽ വേദന വന്നു. And now that it is cold, finally they stop dash. Yes, finally they stop playing and go home as it is night. Okay, നോക്കാം. Read the given lines and answer the questions that follow. First, we run so fast. I can't even catch my breath. അല്ലേ, ആ ഒരു പോയത്തിലെ ലൈനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് അല്ലേ ഫാസ്റ്റായിട്ട് ഓടണം, എനിക്ക് എന്താണ് എൻ്റെ ഓടിയിട്ട് എനിക്ക് എൻ്റെ ശ്വാസം പോലും കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ അതിൽ 1, കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ഗിവൺ ബിലോ ദ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ദ സ്പീക്കർ നീഡ്സ് ടു ക്യാച്ച് ഹെർ ബ്രെത്ത് ബിക്കോസ് ആ സ്പീക്കറിന്, അതായത് നമ്മുടെ പറയുന്ന ആ പോയിറ്റിന് അവരുടെ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് അതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ അവിടെ 4 ABCD കൊടുത്തിട്ടുണ്ട്. ഏതായിരിക്കും അതിൽ ആൻസർ വരിക? ഓപ്ഷൻ സി, ബിക്കോസ് റണ്ണിങ് ഫാസ്റ്റ് റിസൾട്ട് ഇൻ ബീങ് ബ്രീത്ത്ലെസ്. അല്ലേ, അതുകൊണ്ടാണ് ഭയങ്കര ഫാസ്റ്റായിട്ട് ഓടിയിട്ടാണ് ശ്വാസം പോലെ കിട്ടാതെ നമ്മുടെ സ്പീക്കറിന് അങ്ങനെ സംഭവിച്ചത്. ഓക്കെ, ഈസ് ദ സ്പീക്കർ അലോൺ? വൈ ഡു യു സേ സോ? നമ്മുടെ സ്പീക്കർ, നമ്മുടെ ഈ പറയുന്ന ഈ പോയിറ്റ് ഒറ്റയ്ക്കാണോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? നമ്മുടെ സ്പീക്കർ അലോൺ അല്ല, അല്ലേ, ഒറ്റയ്ക്കല്ല. ബിക്കോസ് ഇവിടെ നമ്മുടെ പോയത്തിൽ പറയുന്നത് എന്താണ്? വി റൺ സോ ഫാസ്റ്റ്, വി പ്ലേ ഫുട്ബോൾ. സോ ഹിയർ ഇവിടെ വി എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഒരുപാട് പേരുണ്ട് അല്ലേ. സ്പീക്കർ ഈസ് നോട്ട് അലോൺ, ഹിസ് ഫ്രണ്ട്സ് ഓർ കമ്പാനിയൻ ഓൾ ആർ വിത്ത് ഹിം or her. Okay, then third, what does the pattern in the lines tell us? Here the pattern in the lines means repetition of the action. We run so fast എന്ന് പറയുന്ന ആ ഒരു ആക്ഷൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. സോ അത് എംഫസൈസ് ചെയ്യുന്നത് the speed and intensity of the movement. ഓക്കെ, അപ്പം ഇതിലെ മെയിൻ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് കുട്ടികൾ ഓടുന്ന ആ ഒരു കാര്യമാണ് കേട്ടോ. വി റൺ സോ ഫാസ്റ്റ് എന്ന് പറയുന്നത് ആക്ഷൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അത് കുട്ടികളുടെ എന്താണ് ഇൻറ്റൻസിറ്റിയെ, മൂവ്മെൻറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയെ പറയുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. വെൻ ബ്ലൂ ഡാർക്ക് ടേൺസ് ടു ബ്ലാക്ക്, കോൾഡ് ഗ്രാസ് എഗ്സ് ഓർ ഫീറ്റ്, trees keep close, game's over, night wins. Give one reason why the grass is cold. Very good. അല്ലേ, it is evening. Evening ആണ്, അതുകൊണ്ടാണ് grass is cold. Then second, complete the sentence suitably. The children's feet are aching because. കുട്ടികളുടെ കാല് വേദനിക്കാൻ കാരണം എന്താണ്? The children's feet are aching because. Okay, the children's feet are aching because they run very fast. They run very fast because അവർ ഭയങ്കര സ്പീഡിൽ ഓടിയത് കൊണ്ടാണ് അവരുടെ കാല് വേദനിച്ചത്. തേർഡ് വൺ, why does night win? എന്തുകൊണ്ടാണ് നൈറ്റ് വിൻ ചെയ്തതെന്ന് പറയുന്നത്? The night wins because the time for play has ended. Means ഈവനിങ് അവസാനിച്ചിട്ടുണ്ട്, രാത്രി ആയിട്ടുണ്ട്. സോ കുട്ടികളോട് കളിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഇവിടെ നൈറ്റ് വിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ.